സാബുമോൻ ആറാട്ടിനത് സംസാരിച്ചിരിക്കുന്നു. അത് കുഴപ്പമൊന്നുമില്ല. സിനിമയിൽ എത്രയോ പെണ്ണുപിടിയന്മാരുണ്ട്. ഹേമ കമ്പിറ്റിൽ വരുന്ന എത്രയോ പെണ്ണുപിടിയന്മാരുണ്ട്. അവരെക്കുറിച്ചൊന്നും സാബുമോനൊന്നും പറയുന്നില്ലല്ലോ. പണ്ട് കലാഭമണിയുടെ മരിച്ച കേസിൽ ഇയാളും സാബുമോൻ ഒരു അവസാനം കണ്ട ആളല്ലേ. അയാളുടെ പേര് പറയേണ്ടായിരുന്നല്ലോ. ഇയാളുടെയും ജാഫർ ഇടുക്കിയുടെയും പേര് പറയേണ്ടായി. കലാഭമണി അവസാനം കണ്ട ആൾക്കാർ. പിന്നെ ഏതോ സ്ത്രീയെ പേര് ഞാൻ പറയാനില്ല, ടി വിയിൽ വെച്ച് ഓപ്പണായിട്ട് കിടക്ക് പങ്കിടുന്ന കാര്യം പറഞ്ഞു. ഇവന് കുറച്ച് ഗുണ്ടകളുണ്ട്. ഗുണ്ടായിസല്ലേ ഇവൻ കാണിക്കുന്ന. സിനിമയിൽ എത്രയോ പെണ്ണുപിടിയന്മാരുണ്ട്. ഈ ഹേമ കമ്മിറ്റിയിൽ വന്ന ആൾക്കാരെ കുറിച്ചൊന്നും സാബുവൊന്നും പറയുന്നില്ലല്ലോ. ഒന്നുമില്ലെങ്കിൽ തരികിട സാബു അല്ലേ ഈ സാബു. മാനസികരോടൊരാളെ ചെവിക്കര നോക്കി അടിക്കണം, പിന്നെന്താണ് കൊല്ലണം, ഇതൊക്കെയാണ് സാബുവൻ പറയുന്നത്. അതാണ് സാബുവൻ്റെ മനുഷ്യത്വം. കുറച്ച് ഗുണ്ടായിസ് ഉണ്ടെന്നുകൊണ്ട് എന്തും ചെയ്യാൻ പറ്റുമോ? ആക്ടർ നന്ദനോട് അത് ഒരു മീഡിയക്കാരൻ പറഞ്ഞിട്ടാണ് ഞാൻ അവൻ്റെ അടുത്ത് പോയത്. ആക്ടർ നന്ദു എങ്ങനെ സിനിമാ ഫീൽഡിൽ പിടിച്ചിരിക്കുന്നത്? സിനിമാ ഫീൽഡിൽ എത്ര പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്നു, എന്തൊക്കെ പറയുന്നു. ഇതൊന്നും പ്രശ്നമല്ല. ഐശ്വര്യലക്ഷ്മി ഒരു കൈ കൊടുത്താണ് സഹിക്കാൻ പറ്റാത്തത്. ഇവരെ പെണ്ണുങ്ങളെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? എത്ര പെണ്ണുങ്ങൾ ആത്മഹത്യയിലുണ്ട്? എത്ര നടിമാർ മലയാളം സിനിമയിൽ ആത്മഹത്യയിലുണ്ട്? എത്ര പെണ്ണുങ്ങളുടെ ജീവിതം കളഞ്ഞിട്ടുണ്ട്? അതിനെക്കുറിച്ചൊന്നും സാബുവിനൊന്നും പറയാനില്ലല്ലോ.